ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഏറെ ആകാംക്ഷയുണ്ടായിരിക്കും. കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്ന്, അല്ലേ? നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കോട്ടയം സ്റ്റൈൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്: ഇഞ്ചി ഒരു 200 ഗ്രാമും, കൊച്ചുള്ളി ഒരു 100 ഗ്രാമും, അതേപോലെ തന്നെ ഒരു തേങ്ങയുടെ പകുതി എടുത്ത് ഇതെല്ലാം നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരേപോലെ കട്ട് ചെയ്ത് എടുത്താലേ നമുക്ക് വറക്കുമ്പോൾ ഒരേ അളവിൽ അത് മൂത്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കും. പിന്നീട് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതുപോലെ തിന്നായിട്ട് അരിയണം. അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അതും ഒരു ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂത്ത് നല്ല ബ്രൗൺ പരുവം ആകുമ്പോൾ അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ലതായിട്ട് മൂക്കണം, അല്ലെങ്കിൽ കൊച്ചുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഇത് വളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരി എടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് വഴറ്റി മാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് വളിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതേപോലെ കേടാകാതെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വെളിനാട്ടിലേക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയാലത് കേടാകാതെ സൂക്ഷിക്കാം. പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ഇതുപോലെ തന്നെ ബ്രൗൺ കളറ് പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും ഈ ഇഞ്ചിക്കറിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് വേണം കാണാനായിട്ട്. ഈ ഇഞ്ചിക്കറി ഇടാനുള്ള കാരണം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇഞ്ചിക്കറി കൂട്ടിയിട്ട് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യണേ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മൂപ്പിച്ച് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെയെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മസാല മൂപ്പിക്കാനായിട്ട് ചീനിച്ചട്ടി എടുക്കുക. നമ്മൾ ഇഞ്ചി ഇതൊക്കെ മൂപ്പിച്ച എണ്ണ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കകത്താണല്ലോ വറുത്ത് കോരുന്നത്, അതുകൊണ്ട് ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് സ്വല്പം മൂത്ത് വരുമ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറുതീയിൽ തന്നെ മൂപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ കരിയാനായിട്ട് സാധ്യതയുണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാകും. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത്. ആ പുളിയും നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ മസാലകളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് ചെറുതീയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇവ കൂടി ചേർത്ത് നന്നായിട്ട് ഈ മസാലയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ മസാലയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണും. ആ സമയം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയുടെയൊക്കെ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ തിളപ്പിച്ച വെള്ളം അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ചാറ് വേണോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇങ്ങനെ കേടാകാതൊക്കെ സൂക്ഷിച്ച് കുറേ നാൾ വെക്കാനാണെങ്കിൽ നല്ല കട്ടി പരുവത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്താലും അത് ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചു. അങ്ങനെ തിളച്ച് ഏകദേശം ഒന്ന് പറ്റിയിട്ടുണ്ട്. പറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഈ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. ഇങ്ങനെ ശർക്കര ഇട്ടുണ്ടാക്കുന്ന ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടാനായിട്ട്, പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനായിട്ടാണെങ്കിൽ ഈ പരുവത്തിലെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് നീട്ടിയെടുക്കാം. ഇതുപോലൊരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് കറി, എരശ്ശേരി, അതുപോലെ തന്നെ തേങ്ങ അരച്ചൊക്കെ കറി വെക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും നമ്മുടെ ഊണ്. അതേപോലെ തന്നെ മീൻകറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അല്പം എടുത്ത് ഇത് തൊട്ട് കൂട്ടാൻ പറ്റും. കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസവും നിങ്ങൾക്ക് കഞ്ഞിയുടെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്ത് വെച്ചാലേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയായി കാണാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് വഴിയായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും കൂടെ വേണം. ഓക്കെ, ബൈ, സി യു, ഗോഡ് ബ്ലെസ് യു ഓൾ.